ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അപ്പോൾ കുറച്ച് ലേറ്റായി എഴുന്നേൽക്കാൻ. ഇതും കുഴപ്പമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചെല്ലാം റെഡി ആയിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോഴത്തേക്ക് അമ്മ ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് അവർ കഴിക്കാനായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ നമുക്ക് എന്തായാലും വെക്കേഷൻ സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ല. പക്ഷേ സ്കൂൾ തുറക്കുന്ന സമയത്ത് അതൊന്നും നോക്കില്ലല്ലോ. പിള്ളേർക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ സ്കൂളിൽ പോകണം, പിന്നെ ലഞ്ച് എല്ലാം റെഡിയാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം റെഡി ഉള്ളൂ സ്കൂൾ തുറക്കാൻ, ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ചായയൊക്കെ എൻ്റെ കപ്പിലേക്ക് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാം കേട്ടോ. ദോശ ഓൾറെഡി ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദോശയൊക്കെ ചുടുകയാണ്. പിന്നെ ഇന്നലത്തെ ചോറൊക്കെ നമ്മൾ ണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ എന്തുവാ വേറെ കറികളൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് മീനൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര മഴയാണ്, രാവിലെ മുതൽ തുടങ്ങുന്ന മഴയാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ മീനും കാര്യങ്ങളൊന്നും കുറച്ച് ഉണക്കൊഞ്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ, ചെറിയ ചെമ്മീനുണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ടൗണിൽ പോയപ്പോൾ. അങ്ങനെ അത് അപ്പോൾ അത് ഞങ്ങൾ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചു അല്ലാണ്ട് പച്ചക്കറി എല്ലാം കൂടെ ഇട്ടിട്ടൊരു തീയിൽ വെക്കാമെന്ന്. അപ്പോൾ പിന്നെ ഉണക്കക്കൊഞ്ചിൻ്റെ കാര്യം പിന്നെയാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണക്കക്കൊഞ്ച് എടുത്ത് അതൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഞാൻ കൊച്ചുള്ളി നോക്കിയപ്പോഴും കൊച്ചുള്ളി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സവാള എടുത്തു. അപ്പോൾ നമ്മുടെ തീയലിനൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൊഞ്ച് തീയലിനൊക്കെ കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ അത് ഇതെന്നല്ല, നമ്മൾ ഏത് കറിക്കായാലും കൊച്ചുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ആയാലും ബീഫായാലൊക്കെ വെക്കുമ്പോൾ ചെറിയ ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ സമയത്ത് ചേച്ചി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരോടൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇനിയും ടൗണിലും പോകണം, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്കൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ അതെല്ലാം വാങ്ങിക്കണം. പിന്നെ പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട് കുറേ. അപ്പം ഇതെല്ലാം നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാനേ. അപ്പോൾ ഇതാ നമ്മൾ ഉണക്കക്കൊഞ്ചെല്ലാം എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തലയും വാരമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പക്ഷേ ഞാനത് എനിക്ക് ഏട്ടൻ വിളിച്ചത് കാരണം ഞാൻ ആ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കൊഞ്ചിൻ്റെ ഫുള്ള് ഒരുപാടങ്ങ് അതിൻ്റെ ഇതും എല്ലാം അങ്ങ് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പൊടിയായിരുന്നു കൂടുതലും. പിന്നെ കുറച്ചേ കൊഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കഴുകാൻ വേണ്ടി ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ വെണ്ടയ്ക്ക എടുത്തു കേട്ടോ. വെണ്ടയ്ക്ക എടുത്ത് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അരിയാണ്. പിന്നെ ആ സമയം അമ്മ നമ്മുടെ അരിയൊക്കെ ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നു, അത് തിളച്ചതൊക്കെ അങ്ങ് അടച്ചിട്ടു. പിന്നെ ഞാൻ തീയലിൽ തേങ്ങയൊക്കെ വറുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ കയറി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയും കാര്യങ്ങൾ ഒന്നും റെഡിയാക്കിയിട്ടില്ല. നമ്മൾ കിടന്നിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്നും വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം വൃത്തിയാക്കിയൊക്കെ വേണം. പിന്നെ ലച്ചുവിനെ ഞാനൊന്ന് കുളിപ്പിച്ച സമയം കൊണ്ട് അവൾക്കിനി ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ റൂമാണ്. അപ്പോൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മുടെ റൂമിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വേറൊരു അലുമാരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മുടെ ബെഡ്റൂം സെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഏട്ടൻ വന്ന സമയത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ബെഡ്റൂം സെറ്റായിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുകയാണ്. ഈ ബെഡും അല്ലെങ്കിൽ കട്ടിലും പിന്നെ അതെ ബെഡും പിന്നെ ആ ഒരു 3 ഇതിൻ്റെ ആ ഒരു ഒരു അലമാരിയും പിന്നെ നമുക്കൊരു സൈഡ് ടേബിളും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നമുക്കൊരു ഓഫറില്ല അവിടെ ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ബെഡ്റൂം സെറ്റ് നമുക്ക് ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയി വാങ്ങിച്ചാണ് കേട്ടോ. അത് നമ്മൾ അഞ്ചലിൽ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോസ് ഞാനിങ്ങനെ മടിച്ചത് കാരണം ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതുപോലെ മാട്രസ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുതിയ മാട്രസ്സാണ്. അപ്പോൾ നമ്മുടെ ഈ റൂമിൽ കിടന്നതെല്ലാം നമ്മൾ മൂത്തവർക്ക് 2 പേർക്കും അപ്പുറത്തെ റൂം അവർക്ക് റൂമാക്കിയിട്ടുണ്ടത്. അപ്പം ഇവിടെ കിടന്ന ബെഡും മെത്തയും എല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാട്രസിൻ്റെ മുകളിൽ ഇട്ടേക്കുന്നത് ഒരു ഷീറ്റാണ്. അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ലച്ചുമ്മ ഇതുള്ളതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കാരണം ഇതിൽ രാത്രിയിൽ കുട്ടികളൊക്കെ കിടന്ന് മൂത്രമൊഴിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ബെഡിലൊന്നും ആവാണ്ട് നല്ല ഒരിതാണ്. ഇതിന് നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. നമുക്ക് പാമ്പേഴ്സൊക്കെ അങ്ങനെ വിൽക്കുക വേണ്ട. അപ്പോൾ രാത്രിയിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ 200 സംതിങ് അത്രയും കണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിച്ച് എനിക്ക് ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ബെഡിൽ മൂത്രം ഒഴിക്കുകയാണെങ്കിലും അത് ബെഡിനകത്തേക്കോ നമ്മുടെ ബെഡ്ഷീറ്റിലേക്കോ ഒന്നും ആവില്ല. നമുക്ക് ഈ ഷീറ്റ് എടുത്ത് രാവിലെ കഴുകി ഉണക്കാനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വാഷിംഗ് മെഷീനിൽ കുറേ തുണികൾ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തൊന്ന് വിരിച്ചിടാമെന്ന് വെച്ച് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ പഴയ അതിന് പേര് കണ്ണിലകത്തൊക്കെ മഴത്തുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് എടുത്തപ്പോഴത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഒരുപാട് വലുതൊന്നും ആയിരുന്നില്ല, ചെറുതായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ചെറിയൊരു റീൽസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഒരു തരത്തിലും ലച്ചു സമ്മതിച്ചില്ല. ലച്ചു ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവൾ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അവൾ മാത്രമല്ല ബാക്കി 3 പേരോട് വന്നപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് അലങ്കോലമായിട്ടോ. ഞാൻ വെറുതെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വലിയ കാര്യത്തിൽ നമ്മൾ റീൽസ് എടുക്കാമെന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. അവസാനം എനിക്ക് BP കയറി ടെൻഷനായി ഭയങ്കര ഇതാവുന്നതല്ലാതെ ഒരു തരത്തിലും നമ്മൾ റീൽസ് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ആ മോഹം അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു. അമ്മാൻ്റെ റൂമായിട്ട് ഇതെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളവിടെ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവർക്കൊരു സ്റ്റഡി ടേബിളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ബുക്കുകൾ വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ കൊണ്ടുവന്നതാണ് അത്രയും ബുക്കുകൾ, 40 ബുക്കുണ്ടത്. അപ്പം ഇതെല്ലാം ഇനി ഓർഡർ അനുസരിച്ച് നമ്മൾ എല്ലാം ഓരോരുത്തർക്കും പിന്നെ പൊതിഞ്ഞ് റാപ്പ് ചെയ്തെല്ലാം വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ടേബിളിന് മുകളിലോട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടേബിളും ഈ റൂമും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും തൂത്ത് വാരിയാലും അത് കുറച്ചൊരു 5 മിനിറ്റത്തേക്ക് കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഫുള്ള് വീണ്ടും പഴയതിനെക്കാട്ടിലും ഭയങ്കര അലങ്കോലമായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ബുക്കുകളെല്ലാം ഒന്ന് മാറ്റി ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് തൂക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ് എന്നാൽ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് എന്നൊന്നും പറയാനൊക്കെയല്ല, ജസ്റ്റ് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോഴായാലും ഒരു ഇത് വേണ്ടേ. അപ്പോൾ ഞാനിത് വെറുതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം 4 പേരും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഇതൊന്നും ഇങ്ങനെ തന്നെ ഇരിക്കില്ല. ഒരു 5 മിനിറ്റ് പോലും ഇങ്ങനെ ഇരിക്കില്ല. 5 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ കണ്ടോണം ഫുള്ള് വന്ന് വീണ്ടും വലിച്ച് വാരി അങ്ങനെയാണ് ഇടും കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാനെന്നും പറഞ്ഞിട്ട് മൂത്തവൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്നാതെ ആ റീൽസ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ പിള്ളേർ നമുക്കൊന്നും സമ്മതിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒന്നും കേൾക്കില്ല. അവർക്ക് അവരുടേതായ ലോകവും കളിയും ചിരിയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവരുടെ ബെഡിൽ, ഇത് നമ്മുടെ അപ്പുറത്തെ റൂമിൽ കിടന്ന ഞങ്ങളുടെ ബെഡാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് റൂമാർക്ക് വേണ്ടി കൊടുത്തതാണ്. പിന്നെ അവിടുന്ന് ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. ആ ബെഡ്ഷീറ്റും അതുപോലെ അപ്പുറത്തെ ബെഡ്ഷീറ്റെല്ലാം ഞങ്ങൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം എലാസ്റ്റിക് ടൈപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടായിട്ട് തന്നെ നമ്മുടെ മെത്തയിൽ കിടന്നോളും. നമ്മൾ ഇങ്ങനെയുള്ള ബെഡ്ഷീറ്റൊക്കെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ചുരുണ്ട് പന്നലായി പോകും കേട്ടോ അവരുടെ ചാട്ടത്തിനൊക്കെ. പക്ഷേ ഇലാസ്റ്റിക് ഉള്ള ആ ടൈപ്പ് ബെഡ്ഷീറ്റാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ അതങ്ങനെ അങ്ങ് കിടന്നോളും. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി കൊടുത്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തെന്ന് വെച്ചാൽ അവിടെ മൊത്തം പേപ്പറും അതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ റൂമിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ നമ്മുടെ ഭിത്തിയിൽ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരുപാട് വലുതൊന്നുമല്ല. ഇവരുടെ റൂമിൽ കുട്ടികളുടെ കിഡ്സിൻ്റേതായിട്ടുള്ള മറ്റേ പാൻറ്റേൻ്റെ ഒക്കെ
ആ ഒരു സ്റ്റിക്കറുകളും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പം ഞങ്ങളുടെ റൂമിൽ ഒട്ടിച്ചിട്ടുണ്ട്, 2 ഭിത്തിയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ലച്ചുമ്മയുടെ ചെയറാണ് കേട്ടോ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന ടേബിളും അതിൻ്റെ കൂടെ സെറ്റായിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ മാറ്റി വെച്ചേക്കാണ്, കാരണം ലച്ചിന് ഇതാണ് കംഫർട്ട്, അവൾക്ക് ഇരിക്കാനും ഒക്കെ എപ്പോഴും. പിന്നെ നമ്മുടെ കട്ടിലിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി നന്നായിട്ടൊന്ന് തൂത്തു. കട്ടിലിങ്ങനെ നന്നായിട്ട് നീക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ സ്റ്റാൻഡ് അവിടെ വെച്ചതുകൊണ്ട് കട്ടിൽ കുറച്ചുകൂടി നീങ്ങിയില്ല. സ്റ്റാൻഡ് എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ നീക്കാം. പിന്നെ ഞാൻ അത്രയും ബുദ്ധിമുട്ടാനൊന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ കട്ടിൽ മേളിലേക്കൂടെ കയറി തൂത്ത് അങ്ങനെ എല്ലാം കൊണ്ടുപോയിട്ടു. അപ്പോൾ തൂത്തപ്പോൾ തന്നെ ഉണ്ടോ, നമ്മളെന്നും ഡെയിലി തൂക്കുന്നതാണ്. പക്ഷേ അവിടുത്തെ പൊടിയും കാര്യങ്ങളും അവർ ഇവിടെയാണ് ഫുൾ ടൈം, ഈ റൂമിലാണ് ഫുൾ ടൈം കളിക്കുന്നതും എല്ലാം ഈ റൂമിലാണ് കേട്ടോ. അപ്പം അവരുടെ അവരുടെ ആ കളിയുടെ കൂടുതലാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന അത്രയും പൊടിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എന്നും പറയും, ഇനി ഞാൻ മേലെ ആ റൂം തൂക്കത്തില്ല എന്ന് പറയും. പക്ഷെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കില്ലല്ലോ, അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ അന്നേരത്തേക്ക് തന്നെ ഏതാണ്ട് സമയം 4:30 അങ്ങോട്ടായി കേട്ടോ. അപ്പോൾ മഴക്കോളാണ്, എപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തേയിലവെള്ളമൊക്കെ ഇട്ടു, കട്ടൻ ചായയൊക്കെ ഇട്ടപ്പോൾ അതിനൊന്നും കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അങ്ങ് മടിച്ചു കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഇതുപോലെ പൊരിപ്പൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയുടെ ആ കടയിൽ വരെ പോകാമെന്ന് വെച്ചിട്ട് നിന്ന വേഷത്തിൽ തന്നെ, വേറെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല, ആ വേഷത്തിൽ തന്നെ ഇവിടെ അടുത്താണ്, പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മൂത്തവൻ എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു സങ്കടവും അതിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരാളെ കൊണ്ടുപോയാൽ 4 പേരും കൂടെ, ബാക്കി 3 പേരുടെ കരയാൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഞാനും ചേച്ചിയും കൂടെ പിന്നെ പോയിട്ട് വന്നു. പിന്നെ അപ്പോൾ ചെന്നപ്പോഴാണ് അവിടെ കട അടച്ചേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ അടുത്ത് വേറൊരു ജംഗ്ഷനുണ്ട്, അപ്പോൾ അവിടെ വരെ പോയി. എന്തായാലും നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് വാങ്ങിക്കാതെ വരുന്നത് മോശമല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തെ ജംഗ്ഷൻ വരെ പോയി പലഹാരവും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു, പൊടിഞ്ഞ് ഇതാവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് വാങ്ങിച്ചതിൻ്റെ അതെന്തോ പേര് പറഞ്ഞു കേട്ടോ, ഞാൻ മറന്നുപോയി. എന്തോ ഒരു സംഭവം, ഉഴുന്നോടെ ഒന്നുമല്ല കേട്ടോ, ഉഴുന്നോടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച് എല്ലാവർക്കും പിന്നെ അമ്മ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അമ്മ എടുക്കും, എല്ലാവരും ഇങ്ങനെ ഇരിക്കും, എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിക്ക് അതിനെ കൊടുത്തു. ലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നേ, ആൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത്. പിന്നെ അതുപോലെ ആ ചട്നി ആയാലും ഒരുപാട് എരിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.